നോക്കുക. യെസ്, നോക്കാം കേട്ടോ. Sources of redemption of debenture. The various sources of redemption of debenture may be redeemed or out of first issue shares or debenture. അതായത് റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സോഴ്സസ് എന്ന് പറയുന്നത് ഒന്ന് എന്താണ്, ഒന്നുകിൽ നമുക്ക് റെഡീം ചെയ്യണമെങ്കിൽ ക്യാഷ് തിരിച്ചു കൊടുക്കണമെങ്കിൽ ബിസിനസിന്റെ കയ്യിൽ എന്ത് വേണം, പണം വേണം അല്ലെ. ആ പണം ബിസിനസ് ഇതിൽ നിന്ന് ഏതൊക്കെ സോഴ്സസിൽ നിന്ന് കണ്ടെത്തുന്നു എന്നാണ് നോക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ആദ്യത്തെ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബെഞ്ചർ. അതായത് നമുക്ക് റെഡീം ചെയ്യുവാൻ ആവശ്യമായ പണം കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയ ഷെയർ അല്ലെങ്കിൽ പുതിയ ഡിബഞ്ചറിന് ഇഷ്യൂ നടത്തുക. ഇത് നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ നിലവിൽ നമ്മൾ റെഡീം ചെയ്യാൻ പോകുന്ന ഡിബഞ്ചർ ഒരു 9% ഡിബഞ്ചർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനാവശ്യമായ 9% ഡിബഞ്ചർ റെഡീം ചെയ്യാൻ ആവശ്യമായ 1,00,000 രൂപ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 12%, ഒരു 10%, അല്ലെങ്കിൽ ഒരു 8% ഡിബഞ്ചർ, പുതിയൊരു ഫോമിലുള്ള ഡിബഞ്ചർ, പുതിയൊരു അഗ്രിമെന്റോട് കൂടി പുതിയൊരു ഡിബഞ്ചർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇഷ്യൂ ചെയ്യുക, അല്ലെങ്കിൽ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുക. അങ്ങനെ പുതിയ ഷെയറോ പുതിയ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റെഡീം ചെയ്യാൻ ആവശ്യമായ ഫണ്ട് കണ്ടെത്താം. ഓക്കെ, ഒന്നാമത്തെ സോഴ്സ് അതാണ്. രണ്ടാമത്തെ സോഴ്സ് എന്താണ്, ബൈ യൂട്ടിലൈസേഷൻ ഓഫ് പാർട്ട് ഓഫ് ക്യാപിറ്റൽ. നിലവിൽ നമ്മുടെ ക്യാപിറ്റലിലുള്ള ഫണ്ട് അതിന്റെ ഒരു ഭാഗം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, റെഡീം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ റെഡീം ചെയ്യാൻ വേണ്ടി ക്യാപിറ്റലിൽ നിന്നുള്ള ഒരു ഭാഗം ഉപയോഗിക്കാം. ദെൻ അടുത്ത് നോക്കൂ, ബൈ യൂട്ടിലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ബ്രാക്കറ്റിൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. അതായത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബിസിനസ് കാലാകാലങ്ങളായിട്ട് വർക്ക് ചെയ്ത് അവർ നേടുന്ന ലാഭത്തിന്റെ ഒരു ഷെയർ, ഒരു ഭാഗം റിസർവുകളായിട്ട് അവർ ചിലപ്പോൾ സൂക്ഷിക്കുന്നുണ്ടാവും, റിസർവുകളായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ റിസർവുകളായിട്ട് കീപ്പ് ചെയ്യുന്ന ആ ഫണ്ട്, അതായത് റിസർവ്, അങ്ങനെ എന്തെങ്കിലും റിസർവുകളായിട്ട് കീപ്പ് ചെയ്യുന്ന ഫണ്ടുകൾ ഉണ്ടെങ്കിൽ അതിന് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്നാണ് നമ്മൾ ചുരുക്കി പറയുക. അങ്ങനെയുള്ള അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നും, അതായത് ബിസിനസ് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ച് അവരുടെ പ്രോഫിറ്റിൽ നിന്നും മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ട്, ആ പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീപേയ്മെന്റ് നടത്താൻ പറ്റും, അല്ലെങ്കിൽ റിഡംഷൻ നടത്താൻ പറ്റും. ഓക്കെ, ഇതിന് അടുത്തൊരു മെത്തേഡ് അല്ലെങ്കിൽ അടുത്തൊരു സോഴ്സ് എന്ന് പറഞ്ഞാൽ ബൈ കൺവേർഷൻ ഇൻ ടു ഷെയർസ് ഓർ ഡിബഞ്ചർ. അതായത് നിലവിലുള്ള ഡിബഞ്ചറിനെ എന്ത് ചെയ്യുക, വേറൊരു ഡിബഞ്ചർ ആക്കിയിട്ട്, അപ്പൊ നിലവിലുള്ള ഡിബഞ്ചർ ക്ലോസ് ആവുകയും ചെയ്യും, പുതിയൊരു ഡിബഞ്ചർ ഓപ്പൺ ആവുകയും ചെയ്യും, അല്ലെങ്കിൽ നിലവിലുള്ള ഡിബഞ്ചറിനെ ക്ലോസ് ചെയ്തിട്ട് പുതിയൊരു ഷെയർ കൊടുക്കാം. അപ്പൊ ആ രീതിയിൽ ബൈ കൺവേർഷൻ ഇൻ ടു ഷെയർസ് ഓർ ഡിബഞ്ചർ. അപ്പൊ ഡിബഞ്ചറിനെ റെഡീം ചെയ്യാനുള്ള മറ്റൊരു മാർഗം, മറ്റൊരു സോഴ്സ് ആണ് എന്ത്, നിലവിലുള്ള ഡിബഞ്ചറിന്റെ പേര് 5% ഡിബഞ്ചർ എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് നമുക്ക് 5 വർഷം കൊണ്ട് എന്തായാലും അതിന് റീപേയ്മെന്റ് നടത്തണം. നിയമം പ്രകാരം നമ്മൾ റീപേയ്മെന്റ് നടത്തണമെങ്കിൽ നമുക്ക് റീപേയ്മെന്റ് നടത്തുന്ന സമയത്ത് ക്യാഷ് നമ്മുടെ കയ്യിലില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആർട്ടിക്കിളൊക്കെ പെർമിറ്റഡ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഡിബഞ്ചറിനെ നമ്മൾ കൺവേർട്ട് ചെയ്യും. എന്തെങ്കിലും പുതിയൊരു ഇക്വിറ്റി ഷെയർ ആക്കിയിട്ടോ പുതിയൊരു പ്രിഫറൻസ് ഷെയർ ആക്കിയിട്ടോ അല്ലെങ്കിൽ പുതിയൊരു ഡിബഞ്ചർ ആക്കിയിട്ട് തന്നെ അതിനെ കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ഡിബഞ്ചർ റെഡീം ചെയ്യാൻ ആവശ്യമായ ഫണ്ട് നമുക്ക് കണ്ടെത്താമെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെന്താ പറയുന്നത്, പിന്നെ പറയുന്നത് ശ്രദ്ധിക്കുക, എന്താണ്, ഔട്ട് ഓഫ് പ്രൊസീഡ് ഫ്രോം സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്. അതായത് നമുക്ക് നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ അല്ലേ, നമ്മുടെ കടങ്ങൾ വീട്ടുവാൻ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും അസറ്റുകൾ വിറ്റിട്ട് എന്ത് ചെയ്യും, അതിനുള്ള ഫണ്ട് കണ്ടെത്തും. അതേപോലെ തന്നെ ബിസിനസ് ഡിബഞ്ചറിന്റെ എമൗണ്ട് റീപേയ്മെന്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവിടെ എന്തെങ്കിലും ഫിക്സ്ഡ് അസറ്റ് വിറ്റിട്ട് പണം കണ്ടെത്തും. അങ്ങനെ വേണമെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, റിഡംഷൻ നടത്താം. ദെൻ അടുത്ത ഒരു മെത്തേഡാണ് ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചർ. കമ്പനിയുടെ തന്നെ ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും, അതായത് കമ്പനി ഇഷ്യൂ നടത്തിയുള്ള ഡിബഞ്ചർ കമ്പനി ഓപ്പൺ മാർക്കറ്റിൽ നിന്നും തിരിച്ചു വാങ്ങാം. ഓക്കെ, ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ കമ്പനി ഒരു ഡിബഞ്ചർ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ കമ്പനിയുടെ നിയമപ്രകാരം 5 വർഷം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുള്ളൂ, ആ ഡിബഞ്ചർ കമ്പനി റെഡീം ചെയ്യുള്ളൂ. അപ്പോൾ പെട്ടെന്ന് എന്താണ്, ആ ഡിബഞ്ചർ വാങ്ങിയ ആൾക്ക് ക്യാഷിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യും, ആ ഡിബഞ്ചർ ആർക്കെങ്കിലും വിൽക്കും. അപ്പൊ അങ്ങനെ വിൽക്കാൻ വെക്കുന്ന, അതായത് ഡിബഞ്ചർ വാങ്ങിയിട്ടുള്ള ആള് വിൽക്കാൻ വെച്ചിട്ടുള്ള ഡിബഞ്ചർ, കമ്പനിയുടെ തന്നെ സ്വന്തം ഡിബഞ്ചർ അവർ ചിലപ്പോൾ വിൽക്കാൻ വെക്കുന്നുണ്ടാവും. ആ ഡിബഞ്ചർ നമ്മൾ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യാം. അപ്പൊ ആ ഒരു രീതിയിലും എന്ത് ചെയ്യാൻ പറ്റും, റിഡംഷൻ നടത്താൻ പറ്റും. അപ്പൊ റിഡീം ചെയ്യുവാൻ ആവശ്യമായ ഫണ്ടുകൾ കണ്ടെത്തുന്നത് ഇങ്ങനെ ഈ 6 സോഴ്സസിൽ നിന്നാണ്.
ഓക്കെ, ഏതൊക്കെ 6 സോഴ്സസ് എന്ന് ഞാൻ പറഞ്ഞു. പുതുതായിട്ട് ഷെയർ ഇഷ്യൂ നടക്കാം, പുതുതായിട്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാം, നമ്മുടെ ക്യാപിറ്റലിൽ നിന്നുള്ള ഒരു ഭാഗം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെഡീം ചെയ്യാം, അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് റെഡീം ചെയ്യാം, ഡിബഞ്ചറിനെയും അത് എന്ത് ചെയ്യുക, പുതിയ ഡിബഞ്ചർ ആക്കിയിട്ട് അല്ലെങ്കിൽ പുതിയ ഷെയർ ആക്കി കൺവേർട്ട് ചെയ്തുകൊണ്ട് റെഡീം ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ കമ്പനിയുടെ ഫിക്സ്ഡ് അസറ്റുകൾ എന്തെങ്കിലും വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് റെഡീം ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്, ഓപ്പൺ മാർക്കറ്റിൽ നിന്നും ഓൺ ഡിബഞ്ചേഴ്സ്, പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്നോ കമ്പനിയുടെ തന്നെ ഷെയർ അല്ലെങ്കിൽ കമ്പനിയുടെ തന്നെ ഡിബഞ്ചർ എന്ത് ചെയ്യുന്നു, ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു മേടിക്കുന്നു, വാങ്ങുന്നു, പർച്ചേസ് ചെയ്യുന്നു. ഇങ്ങനെ ഈ 6 രീതിയിൽ നമുക്ക് റെഡീം ചെയ്യാൻ ആവശ്യമായ ഫണ്ട് നമുക്ക് കണ്ടെത്താം. അല്ലെങ്കിൽ 6 രീതിയിലുള്ള സോഴ്സസ് ഓഫ് ഫണ്ടാണ് നമ്മൾ റെഡീം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നോക്കാം മെത്തേഡ്സ് ഓഫ് റെഡീമിങ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചർ റെഡീം ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഈ മെത്തേഡുകൾ നമുക്ക് അതുപോലെ 6 സോഴ്സസ് പറഞ്ഞ പോലെ തന്നെ 6 മെത്തേഡുകളുണ്ട്. ഈ 6 മെത്തേഡുകൾ നമ്മുടെ പ്രോബ്ലം ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് റിഡംഷൻ ബൈ ലംസം പേയ്മെന്റ്. നമ്മളിപ്പോ ഏത് പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു റിഡംഷൻ ബൈ ലംസം പേയ്മെന്റ്? നമ്മൾ ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു അല്ലെ. റിഡംഷൻ ബൈ ലംസം പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ റെഡീം ചെയ്യാൻ ആവശ്യമായ ഫണ്ട് നമ്മൾ എങ്ങനെ കണ്ടെത്തുന്നു? ലംസം പേയ്മെന്റ് എന്നാ പറഞ്ഞത്, വിച്ച് മീൻസ് എന്താണ്, നമ്മൾ മൊത്തം എമൗണ്ട് റെഡീം ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന മെത്തഡുകളാണ്. അതിൽ മൊത്തം എമൗണ്ട് ഒരുമിച്ച് കൊടുക്കുക, അതിനെയാണ് ലംസം പേയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ 5 ലക്ഷം രൂപ നമ്മൾ ഡിബഞ്ചറിന്റെ പേരിൽ നമുക്ക് എന്ത് ചെയ്യണം, റീപേയ്മെന്റ് നടത്തണം. അപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ 5 ലക്ഷം രൂപ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് കൊടുക്കുന്നു. അത് ലംസം പേയ്മെന്റ് എന്ന് പറയും. ആ മെത്തേഡും അതിന്റെ ജനറൽ എൻട്രീസ് ഒക്കെ നമ്മൾ ഇനി വഴിയെ പഠിക്കുന്നുണ്ട്, ജസ്റ്റ് മെത്തേഡ് പരിചയപ്പെടുത്തുന്നു മാത്രം. അടുത്താണ് റിഡംഷൻ ബൈ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്. ആനുവൽ ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ഇപ്പൊ നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിളിൽ തന്നെ എന്താണ് റിഡംഷൻ ബൈ ആനുവൽ ഇൻസ്റ്റാൾമെന്റ്. അതായത് 5 ലക്ഷം രൂപ നമുക്ക് റെഡീം ചെയ്യാനുണ്ടെന്ന് വിചാരിക്കുക. അതിൽ 5 ലക്ഷം രൂപ നമ്മൾ റെഡീം ചെയ്യേണ്ടത് 5 വർഷം കൊണ്ടാണെങ്കിൽ ഓരോ കൊല്ലം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ലക്ഷം രൂപ എന്ത് ചെയ്യുന്നു, റെഡീം ചെയ്ത് അങ്ങനെ 5 വർഷം കൊണ്ട് ആ കൊടുക്കാനുള്ള എമൗണ്ട് പൂർണ്ണമായിട്ട് കൊടുത്തു തീർക്കുക. ആ ഒരു രീതിയാണ് എന്ത് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് അല്ലെങ്കിൽ റിഡംഷൻ ബൈ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്താണ്, ലംസം പേയ്മെന്റ് മെത്തേഡ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കും. ലംസം പേയ്മെന്റ് ഒരുമിച്ച് കൊടുക്കുന്നു, ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് നമ്മൾ എന്താണ് പാർട്ടായിട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇനി അടുത്ത മെത്തേഡാണ് റിഡംഷൻ ബൈ സിങ്കിങ് ഫണ്ട് മെത്തേഡ്. ഈ സിങ്കിങ് ഫണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പ്രോബ്ലം ചെയ്യാനില്ല. സിങ്കിങ് ഫണ്ട് നേരത്തെയൊക്കെ പ്രോബ്ലം ചെയ്യാനുണ്ടായിരുന്നു, എന്നാലും മെത്തേഡ് എന്താന്ന് അതിന്റെ തിയറി മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കമ്പനിക്ക് എന്താണ് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആവശ്യം വരുന്ന സമയത്ത് കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നും ഒരു നിശ്ചിത ശതമാനം എമൗണ്ട് എന്ത് ചെയ്യും, ഒരു ഫണ്ട്, സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞ ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാറ്റിവെക്കും. ആ ഫണ്ടിൽ നിന്നും പണം ഉപയോഗിച്ചുകൊണ്ട് കമ്പനി എന്ത് ചെയ്യും, ആ ആവശ്യം വരുന്ന സമയത്ത് ആ പണം ഉപയോഗിച്ച് ആ കാര്യങ്ങൾ നിർവഹിക്കും. ഫോർ എക്സാമ്പിൾ കമ്പനിക്ക് ഒരു അസറ്റ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കമ്പനി പൊതുവെ ചെയ്യാറുണ്ട് എന്താണ്, ഡിപ്രീസിയേഷൻ നമുക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ സംഭവം എന്താ? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേയ്മാനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനർത്ഥം അതാണ്. പക്ഷെ അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എഴുതാറുണ്ട് ഡിപ്രീസിയേഷൻ. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് അങ്ങനെ എഴുതുന്നത്? ഒന്ന്, നമുക്ക് കറക്റ്റ് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചാലും ആ എമൗണ്ട് കമ്പനിയുടെ കയ്യിൽ നിന്നും പുറത്തേക്ക് പോകുന്നുണ്ടോ? പുറത്തേക്ക് പോകുന്നില്ല. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് ഒരു അസറ്റിന് ഒരു യൂസ്ഫുൾ ലൈഫ് ഉണ്ടാവും. ആ യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യണം, ആ അസറ്റ് റീപ്ലേസ് ചെയ്ത് പുതിയ അസറ്റ് വാങ്ങണം. ഓക്കെ, അപ്പൊ അങ്ങനെ പുതിയ അസറ്റ് വാങ്ങേണ്ട സമയത്ത് എന്താണ്, ഒരു ഹ്യൂജ് എമൗണ്ട് ഒരുമിച്ച് ബിസിനസ്സിൽ നിന്ന് എടുക്കുമ്പോൾ അത് ബിസിനസ്സിന് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ബിസിനസിന്റെ ലിക്വിഡിറ്റിയെ അത് നന്നായിട്ട് ബാധിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന സംഭവമാണ് എന്ത് ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ആ ഡിപ്രീസിയേഷൻ എമൗണ്ട് ചിലപ്പോൾ നമ്മൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി സൂക്ഷിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ, അപ്പൊ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഡിപ്രീസിയേഷന്റെ ആവശ്യത്തിൽ അല്ലെങ്കിൽ അസറ്റ് റീപ്ലേസ്മെന്റിന്റെ ആവശ്യത്തിന്, പിന്നെ അതുപോലെ തന്നെ എന്താണ് റിഡംഷന്റെ ആവശ്യത്തിന്, ഇങ്ങനെയുള്ള പല കമ്പനിയുടെ ആവശ്യത്തിനും വേണ്ടിയിട്ട് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, ഇതെല്ലാം ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ജസ്റ്റ് കാര്യം മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അടുത്ത 4ാമത്തെ മെത്തേഡാണ് എന്ത്, റിഡംഷൻ ബൈ ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, റെഡീം ചെയ്യാൻ വേണ്ടി ഡിബഞ്ചർ റെഡീം ചെയ്യാൻ വേണ്ടി ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുക. ഓക്കെ, അതിൽ ആ പോളിസി പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ വർഷവും പ്രീമിയം അടയ്ക്കുന്നു. എന്നിട്ട് റെഡീം ചെയ്യേണ്ട വർഷമാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പോളിസി ക്ലെയിം ചെയ്യുന്നു. അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് എടുത്ത് റിഡംഷൻ നടത്തുന്നു. അതാണ് റിഡംഷൻ ബൈ ഇൻഷുറൻസ് പോളിസി മെത്തേഡ് എന്ന് പറയുന്നത്.
ഇനി അടുത്തൊരു മെത്തേഡാണ് റിഡംഷൻ ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചർ ഇൻ ഓപ്പൺ മാർക്കറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഓപ്പൺ മാർക്കറ്റിൽ നിന്നും, ഞാൻ നേരത്തെ പറഞ്ഞു ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നമുക്ക് എങ്ങനെയാ ഡിബഞ്ചർ കിട്ടുക? അതായത് ഒരു ആൾക്ക് നമ്മുടെ കയ്യിൽ നിന്നും നമ്മുടെ ബിസിനസ്സിൽ നിന്നും ഡിബഞ്ചർ വാങ്ങിയിട്ടുള്ള ഡിബഞ്ചർ ഹോൾഡർക്ക് ഒരു അത്യാവശ്യം വരുമ്പോൾ, കാരണം 5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കരാർ പ്രകാരം നമ്മൾ റീപേയ്മെന്റ് ചെയ്യുക ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ അതിനിടയ്ക്ക് അയാൾക്ക് ഒരു അത്യാവശ്യം വന്നപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു, ക്യാഷ് അയാൾക്ക് ആവശ്യം വരുന്ന സമയത്ത് അയാൾ അത് ചിലപ്പോൾ വിൽക്കും. ആ വിൽക്കാൻ വെക്കുന്നത് എന്താണ്, കമ്പനി റെഡീം ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ട എമൗണ്ടിനേക്കാൾ കുറഞ്ഞ എമൗണ്ടിലായിരിക്കും അല്ലെ. 5 വർഷം കഴിഞ്ഞിട്ട് കമ്പനി 1 ലക്ഷം കൊടുത്ത് റെഡീം ചെയ്യേണ്ടി വരുന്ന ഡിബഞ്ചർ ചിലപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും 80,000 രൂപയ്ക്കും അല്ലെങ്കിൽ 90,000 രൂപയ്ക്കൊക്കെ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതെന്ത് ചെയ്യും, കമ്പനി തന്നെ തിരിച്ചു വാങ്ങും. അതിനെയാണ് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. ആ രീതിയിലും കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിഡംഷൻ നടത്താൻ പറ്റും. ദെൻ ലാസ്റ്റ് മെത്തേഡാണ് റിഡംഷൻ ബൈ കൺവേർഷൻ ഇൻ ടു ഷെയർസ് ഓർ ഡിബഞ്ചർ. അത് നമ്മൾ സോഴ്സസ് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു അല്ലെ. എന്താണ്, ഷെയർസിനെ അല്ലെങ്കിൽ ഡിബഞ്ചറിനെ എന്താക്കി മാറ്റുക, ഷെയർ ആക്കിയിട്ട് അല്ലെങ്കിൽ പുതിയ ഡിബഞ്ചർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് പഴയ ഡിബഞ്ചറിനെ നമുക്ക് റെഡീം ചെയ്യാൻ പറ്റും. പഴയ ഡിബഞ്ചറിന്റെ മുകളിലുള്ള ലയബിലിറ്റി, റിഡംഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ഡിസ്ചാർജ് ഓഫ് ലയബിലിറ്റി ടുവേർഡ്സ് ഡിബഞ്ചർ ഹോൾഡേഴ്സും കൂടിയാണ് എന്ത്, റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ ഓടുള്ള ബിസിനസിന്റെ ബാധ്യത ഇല്ലാതാക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. അപ്പം പഴയ ഡിബഞ്ചർ ഹോൾഡർക്ക് അല്ലെ പഴയ ഡിബഞ്ചറിന്റെ പേരിലുള്ള ബാധ്യത നമ്മൾ ഇല്ലാതാക്കുന്നു, പകരം പുതിയ ഡിബഞ്ചർ അയാൾക്ക് കൊടുക്കുന്നു. അപ്പൊ ഇനി നമ്മുടെ കരാർ പ്രകാരം പഴയ ഡിബഞ്ചറിന്റെ കരാർ കഴിഞ്ഞു, പിന്നെ പുതിയ ഡിബഞ്ചറിന്റെ കരാറാണ്. അപ്പൊ അതിന് വീണ്ടും നമുക്ക് ഒരു 5 വർഷം കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ വീണ്ടും ഒരു 10 വർഷം കിട്ടും. അപ്പൊ കമ്പനിക്ക് വീണ്ടും ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യാം, അത്രയും എമൗണ്ട് അവരുടെ കയ്യിൽ നിന്ന് പോവാതെ അവർക്ക് വീണ്ടും ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ ഒരു മെത്തേഡ്, അതാണ് റിഡംഷൻ ബൈ കൺവേർഷൻ എന്ന മെത്തേഡിൽ പറയുന്നത്. അപ്പൊ ഇങ്ങനെ 6 മെത്തേഡുകളാണ് നമുക്ക് ഇതിൽ പ്രോബ്ലം ആയിട്ട് പഠിക്കാനുള്ളത്. ഇതിൽ 6 മെത്തേഡിൽ നമുക്ക് റിഡംഷൻ ബൈ സിങ്കിങ് ഫണ്ട് മെത്തേഡും റിഡംഷൻ ബൈ ഇൻഷുറൻസ് പോളിസി മെത്തേഡും, ഇത് രണ്ടും നമുക്ക്, ഈ 2 മെത്തേഡ് നമുക്ക് തിയറി ആയിട്ട് പഠിക്കാനുള്ളൂ. ഏത്, ഈ 3-ാമത്തെ 4-ാമത്തെ മെത്തേഡ്. ബാക്കി 1, 2, 5, 6 ഈ മെത്തേഡുകൾ നമുക്ക് പ്രോബ്ലം ആയിട്ട് ജേർണൽ എൻട്രീസ് വെച്ച് പഠിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഓരോ മെത്തേഡുകൾ എന്താണെന്നുള്ളത് നോക്കാം. ജസ്റ്റ് നമ്മൾ പോയിന്റ്സേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി മെത്തേഡുകൾ നോക്കാം. ഓക്കെ, അതിൽ 1-ാമത്തെ മെത്തേഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ബൈ ലംസം മെത്തേഡ്. ഞാൻ പോയിന്റുകൾ പറഞ്ഞ സമയത്ത് തന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഈ മെത്തേഡിൽ എന്നുള്ളത്. ഓക്കെ, നോക്കൂ, അണ്ടർ ദിസ് മെത്തേഡ് ദ എൻറ്റയർ എമൗണ്ട് ഓഫ് ഡിബഞ്ചർ ഈസ് റെഡീംഡ് അറ്റ് ദി എൻഡ് ഓഫ് സ്പെസിഫൈഡ് പീരീഡ് ആസ് പെർ ദി ടേംസ് ഓഫ് ദി ഇഷ്യൂ. അതായത് ഈ മെത്തേഡ് അനുസരിച്ച് റിഡംഷൻ ബൈ ലംസം മെത്തേഡ് അല്ലെങ്കിൽ ലംസം മെത്തേഡിൽ റിഡംഷൻ ബൈ ലംസം മെത്തേഡിൽ ചെയ്യുന്നത് എന്താണ്, മൊത്തം എമൗണ്ട്, കമ്പനി കൊടുക്കാനുള്ള മൊത്തം എമൗണ്ട് ആ ഡിബഞ്ചർ സർട്ടിഫിക്കറ്റിൽ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ചുള്ള ഒരു പീരീഡ് ഉണ്ടാവും, ഒരു പെർട്ടിക്കുലർ പീരീഡ് ഉണ്ടായിരിക്കും. ആ പീരീഡിൽ മൊത്തം എമൗണ്ട് ഒരുമിച്ച് കൊടുക്കുന്നതിനെ വിളിക്കുന്നവരാണ് റിഡംഷൻ ബൈ ലംസം മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കേണ്ടത് എന്താണ്, ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷുഡ് ഡിസൈഡ് ദി സോഴ്സ് ഫ്രം വിച്ച് ഡിബഞ്ചർ ആർ ടു ബി റെഡീംഡ്. ഡിബഞ്ചർ മേ ബി റെഡീംഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഓർ ഔട്ട് ഓഫ് പ്രോഫിറ്റ്. അപ്പൊ എന്താണ്, റിഡംഷൻ ബൈ ലംസം മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു, എന്താണ്, എൻറ്റയർ എമൗണ്ട് ഒരുമിച്ച് കൊടുക്കുന്നതിനെയാണ് അല്ലെ, എൻറ്റയർ എമൗണ്ട് ഒരുമിച്ച് കൊടുക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, നമ്മൾ റിഡംഷൻ ബൈ ലംസം മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ എൻറ്റയർ എമൗണ്ട് ഒരുമിച്ച് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമുണ്ട്, നമുക്ക് ഫണ്ട് ആവശ്യമുണ്ട്. അപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യണം, ഏത് ഫണ്ടിൽ നിന്നും, അതായത് പ്രോഫിറ്റിൽ നിന്ന് ഉപയോഗിച്ചിട്ടാണോ അത് ക്യാപിറ്റലിൽ നിന്ന് ഉപയോഗിച്ചിട്ടാണോ റിഡീം ചെയ്യുന്നത് എന്ന് എന്ത് ചെയ്യണം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിക്കണം എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, അതാണ് റിഡംഷൻ ബൈ ലംസം മെത്തേഡിൽ പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് റിഡംഷൻ ബൈ ലംസം മെത്തേഡ് എന്നാൽ എന്താണെന്നുള്ളത്. അപ്പൊ റിഡംഷൻ ബൈ ലംസം മെത്തേഡിനകത്ത് പറഞ്ഞു നമ്മൾ 2 സോഴ്സസിലാണ് റിഡംഷൻ ബൈ ലംസം മെത്തേഡ് ചെയ്യുന്നത്. ഏതൊക്കെ സോഴ്സസ് ആണ്, ഒന്ന് ഏതാണ്, റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. ഇവിടെ ഈ പോയിന്റ് നോക്കുക നിങ്ങൾ, ഡിബഞ്ചർ മേ ബി റെഡീംഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഓർ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ. അപ്പൊ റിഡംഷൻ 2 രീതിയിലാണ് എന്ത് ബൈ ലംസം മെത്തേഡിൽ ചെയ്യുന്നത്. ഒന്നുകിൽ ഫ്രഷ് ഇഷ്യൂ, അതായത് പുതിയ ഷെയർ, ഫ്രഷ് ഇഷ്യൂ അല്ല, റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നുകിൽ ക്യാപിറ്റലിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെഡീം ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ബിസിനസിന്റെ പ്രോഫിറ്റിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെഡീം ചെയ്യാം. ഓക്കെ, ഇനി ഇതിന്റെ സബായിട്ട് റിഡംഷൻ ബൈ ലംസം മെത്തേഡിൽ പറഞ്ഞ ഔട്ട് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ ഇനി എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ
റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ നോക്കാം. ഒന്നാമത്തെ പോയിന്റ് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതി പോകണം കേട്ടോ. അതിൽ റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ നോക്കുക. എന്താണ് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ പറയുന്നത്? When debenture are redeemed out of current asset or source of the company, it is known as redemption out of capital. In this method, the debenture redemption reserve account is not created. In short, when profit are not used. അപ്പോൾ ചുരുക്കി പറയുകയാണ്, ഇത് നോക്കിയാൽ മതി, ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ മതി. നമ്മൾ ഇതിനെക്കുറിച്ച് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന ഇതിന് എന്താണ് ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ എഴുതിയാൽ മതി. എന്താണ്? വെൻ പ്രോഫിറ്റ് ആർ നോട്ട് യൂസ്ഡ് ഇൻ ദി റിഡംഷൻ ഓഫ് ഡിബഞ്ചർ then it is said to be redemption out of capital. ഇത്രയേ എഴുതിയാൽ മതി. Redemption, what is redemption out of capital? അപ്പോൾ redemption out of capital means when profit are not used in the redemption of debenture, then it is said to be redemption out of capital. അതായത് പ്രോഫിറ്റിൽ നിന്നുള്ള പണം ഉപയോഗിച്ചല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, റിഡീം ചെയ്യുന്നത് എങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം? റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം. ഓക്കെ. അപ്പോൾ എന്താണ്? സിൻസ് നോക്കൂ, അടുത്ത പോയിന്റ് നോക്കൂ. സിൻസ് ദ പ്രോഫിറ്റ് ആർ നോട്ട് യൂട്ടിലൈസ്ഡ് ഫോർ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, ദ അസറ്റ് ഓഫ് ദി കമ്പനി ആർ റെഡ്യൂസ്ഡ് ബൈ ദി എമൗണ്ട് പെയ്ഡ്. ദിസ് വുഡ് എഫക്ട് ദി വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി. അപ്പോൾ കമ്പനി എന്താണ്, പ്രോഫിറ്റിൽ നിന്നുള്ള പണം ഉപയോഗിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, കമ്പനിയുടെ അസറ്റ് വിൽക്കുകയായിരിക്കും. ഓക്കെ. അപ്പോൾ കമ്പനിയുടെ അസറ്റിൽ നിന്നുള്ള പണം ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ. എന്താ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനിയുടെ ഡേ ടു ഡേ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫണ്ടിനെ വിളിക്കുന്നവരാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ നമ്മൾ ലാഭത്തിൽ നിന്നുള്ള, പ്രോഫിറ്റിൽ നിന്നുള്ള പണം ഉപയോഗിച്ചിട്ടല്ല റെഡീം ചെയ്യുന്നത് എങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണ്? കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലിൽ കുറയാൻ അത് ഇടയാക്കും. വർക്കിംഗ് ക്യാപിറ്റലിനെ നന്നായിട്ട് അത് എഫക്ട് ചെയ്യും. ഓക്കെ. റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ആ ഒരു പോയിന്റ്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. അടുത്ത പാരഗ്രാഫിൽ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് പറയുന്നുണ്ട്. ഓക്കെ. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ്, ഫസ്റ്റ് പോയിന്റ് തന്നെ, ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ കനോട്ട് ബി മെയ്ഡ് പ്യുവർലി ഫുൾ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. അതായത് ഞാൻ പറഞ്ഞു റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റലും ഉണ്ട്, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റും ഉണ്ട്. രണ്ട് മെത്തേഡാണ് ഉള്ളത്, അല്ലെ? രണ്ട് രീതിയാണ് ഉള്ളത്. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്? നമ്മുടെ നിയമം അനുസരിച്ചിട്ട് മൊത്തം ഇപ്പൊ 1 ലക്ഷം രൂപ നമുക്ക് റെഡീം ചെയ്യണം എന്ന് വിചാരിക്കാം. അതിൽ നമ്മൾ എന്താണ്, ആ 1 ലക്ഷം രൂപയും നമുക്ക് ക്യാപിറ്റലിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് റെഡീം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ? അതെന്താണ്? അപ്പൊ പൂർണ്ണമായിട്ടും ഫുള്ളി അവിടെ എഴുതി നോക്കൂ. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ കനോട്ട് ബി മെയ്ഡ് പ്യുവർലി ഔട്ട് ഓഫ് ക്യാപിറ്റൽ. പൂർണ്ണമായിട്ടും എന്താണ്, ക്യാപിറ്റലിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിഡംഷൻ നടത്താൻ പാടില്ല. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപയും നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അതിലൊരു സെർട്ടൻ പോർഷൻസ്, ബാക്കി താഴെ പറയുന്നുണ്ട്, സെർട്ടൻ പോർഷൻസ് മാത്രമേ നമുക്ക് ക്യാപിറ്റലിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോ അത് ഇവിടെ ഇതിനടുത്തായ ഇവിടെ നോക്കിയാൽ മതി. ഇതാ, അറ്റ്ലീസ്റ്റ് 10% ഓഫ് ദി ഫേസ് വാല്യൂ ഓഫ് റെഡീമബിൾ ഡിബഞ്ചർ മസ്റ്റ് ബി റെഡീംഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ക്രിയേറ്റിംഗ് DRR. അതായത് എന്താണ്, മിനിമം അറ്റ്ലീസ്റ്റ് ആണ് പറയുന്നത് കേട്ടോ. മിനിമം 10% എങ്കിലും ഫേസ് വാല്യൂ, നമ്മൾ റെഡീം ചെയ്യാൻ പോകുന്ന ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂവിന്റെ 10% മിനിമം നമ്മൾ ഇതിലൂടെ നടത്തണം, പ്രോഫിറ്റിലൂടെ നടത്തണം. ഓക്കെ, ബൈ ക്രിയേറ്റിംഗ് DRR എന്ന് പറഞ്ഞാൽ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്നാണ്. അത് നമ്മൾ വഴിയെ നോക്കുന്നുണ്ട്. അപ്പോൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മിനിമം റെഡീം ചെയ്യാൻ പോകുന്ന ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂവിന്റെ 10% പ്രോഫിറ്റിലൂടെ ആയിരിക്കണം റെഡീം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞാലും അവിടെ ഹിഡൻ ആയിട്ട് എന്തുണ്ടാവും? റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്, റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റലിന് ജനറൽ എൻട്രി എഴുതാൻ പറഞ്ഞാലും അവിടെ ഹിഡൻ ആയിട്ട് എന്തുണ്ടാവണം? റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ നിയമം അനുസരിച്ചിട്ട് 100% എമൗണ്ടും റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ മിനിമം ഒരു 10% എമൗണ്ട് എങ്കിലും എന്ത് ചെയ്യണം? ഫേസ് വാല്യൂവിന്റെ 10% എങ്കിലും നമ്മൾ ഏത് ഉപയോഗിച്ച് റെഡീം ചെയ്യണം? പ്രോഫിറ്റ് ഉപയോഗിച്ച് റെഡീം ചെയ്യണം. ഓക്കെ, ബൈ ക്രിയേറ്റിംഗ് DRR എന്ന് പറഞ്ഞാൽ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഫേസ് വാല്യൂവിന്റെ 10% എങ്കിലും നമ്മൾ പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട് റെഡീം ചെയ്യണം. ഓക്കെ, അപ്പം മാക്സിമം പോയാൽ എന്താണ്? ഔട്ട് ഓഫ് ക്യാപിറ്റൽ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്താണ്? മാക്സിമം പോയാൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ നമുക്ക് എത്ര ചെയ്യാൻ പറ്റുള്ളൂ?
ക്യാപിറ്റലിന്റെ സോറി റെഡീം ചെയ്യാൻ പോകുന്ന എമൗണ്ടിന്റെ 90%, 90% നമുക്ക് മാക്സിമം പോയാൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ആ പോയിന്റും നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞ എന്താണ്? Thus, now it is not possible to redeem debenture purely out of capital. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് ഡിബഞ്ചർ ക്യാപിറ്റലിൽ നിന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, റിഡീം ചെയ്യാൻ പറ്റില്ല. യെസ്, ഓക്കെ ആണെന്ന് പറഞ്ഞു. യെസ്, നെക്സ്റ്റ് അടുത്ത നോക്കുക. അടുത്ത പാരഗ്രാഫിൽ അപ്പൊ ഞാനിങ്ങനെ ഈ റെഡ് മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്താൽ മതി കേട്ടോ. പാരഗ്രാഫ് മൊത്തം അങ്ങോട്ട് ഇരുന്ന് നിങ്ങൾ എന്ത് ചെയ്യണ്ട, എഴുതി നോട്ടിലേക്ക് പകർത്തി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ ഇങ്ങനെ നോട്ടിലേക്ക് എഴുതിയെടുത്താൽ മതി. ഓക്കെ, ഇനി നോക്കൂ. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഇനി നോക്കൂ, ഈ അടുത്ത പാരഗ്രാഫിൽ പറയുന്ന ഈ ഇവിടുന്ന് അങ്ങോട്ട് വായിച്ചാൽ മതി. ഓക്കെ, the non-banking financial companies covered under Section 2, subsection 72 of Companies Act are also not required to create DRR. So, as far as private placed debenture are concerned, therefore, these financial institutions, banking companies, and അത്രയും ഭാഗം കേട്ടോ. എന്താ അവിടെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് കവേർഡ് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 72 പറയുന്ന നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, അതായത് ബാങ്കിങ് ആക്ടിവിറ്റീസ് അല്ലാത്ത മറ്റു ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന കമ്പനികൾ ഉണ്ടായിരിക്കും. ബാങ്കിന് ആക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്, ബാങ്ക് പറഞ്ഞ അതാണല്ലോ, ആക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്, പേയിങ് ലോൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്യാത്ത, അത്തരം ബാങ്കിന്റെ കാര്യങ്ങൾ ചെയ്യാത്ത മറ്റ് സ്ഥാപനങ്ങൾ, മറ്റു കമ്പനികൾ, അവര് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ DRR, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ? എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്യുക? റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പൊ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യാൻ ചുരുക്കി പറഞ്ഞാൽ എന്താണ്, ഇത്തരം കമ്പനികൾ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യണമെന്നും ഇല്ല എന്നാ പറയുന്നത്. അപ്പോ therefore these financial institutions, banking companies and NBFCs, non-banking financial companies can redeem their debenture out of capital. അത് ചുരുക്കി പറഞ്ഞാൽ എന്താണ്? അപ്പം ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ റിഡംഷൻ 100% ക്യാപിറ്റലിൽ നിന്ന് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റും കൂടി ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞു എന്താണ്, ഇന്ത്യയിൽ 10% മിനിമം 10% ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യണമെന്ന് നിയമമുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വീണ്ടും താഴെ പറയുന്നത് എന്താണ്? പക്ഷെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, അതായത് സെക്ഷൻ 2 സബ്സെക്ഷൻ 72 ഉൾപ്പെടുന്ന കുറച്ച് കമ്പനീസ് ആക്ടിലെ കുറച്ച് സ്ഥാപനങ്ങളുണ്ട്. സ്ഥാപനങ്ങൾ ഏതൊക്കെ താഴെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്കിങ് കമ്പനി, NBFC, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ആണ് NBFC എന്ന് പറഞ്ഞാൽ. അപ്പം അത്തരം സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായിട്ടും ക്യാപിറ്റലിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് റിഡംഷൻ നടത്താം. ആ പോയിന്റിൽ അതാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ നോട്ട് ചെയ്യുമ്പോൾ ഉൾക്കൊള്ളിക്കേണ്ടത് കേട്ടോ. യെസ്, നെക്സ്റ്റ് അടുത്ത ഭാഗം നോക്കുക. ജേണൽ എൻട്രീസ്. ഇനി ഇതിന് വരുന്ന ജേണൽ എൻട്രീസ് ആണ് വരുന്നത്. റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ വരുന്ന സമയത്ത് വരുന്ന ജേണൽ എൻട്രീസ് ഏതൊക്കെയാണ് നോക്കുക. ഒന്ന്, ദ ഫോളോയിങ് ജേണൽ എൻട്രീസ്. ദ ഫോളോയിങ് ജേണൽ എൻട്രീസ് ആർ പാസ്ഡ് വെൻ ദ ഡിബഞ്ചേഴ്സ് ആർ റെഡീംഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ. അതായത് ക്യാപിറ്റലിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് റെഡീം ചെയ്യുന്ന സമയത്ത് താഴെ പറയുന്ന ജേണൽ എൻട്രീസ് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ജേണൽ എൻട്രി നോക്കൂ. വെൻ ഡിബഞ്ചേഴ്സ് ആർ റെഡീംഡ് അറ്റ് പാർ. അതായത് പാർ എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ, ഡിബഞ്ചർ. ആദ്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പാർ എന്താണ്, പ്രീമിയം എന്താണ്. നമ്മൾ നേരത്തെ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു അല്ലെ, പാർ എന്താണ്, ഫേസ് വാല്യൂവിന് തന്നെ റെഡീം ചെയ്യുകയാണ് പാർ. പ്രീമിയം എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതൽ എമൗണ്ട് കൊടുക്കുന്നതാണ് പ്രീമിയം എന്ന് പറയുന്നത്. അപ്പൊ ആ രണ്ട് കാര്യം നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവണം. ഓക്കെ, ഇവിടെ പറയുന്ന വെൻ ഡിബഞ്ചേഴ്സ് ആർ റെഡീംഡ് അറ്റ് പാർ, അതായത് നമ്മൾ ഫേസ് വാല്യൂവിന് തന്നെയാണ്, അതായത് 1 ലക്ഷം രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് 1 ലക്ഷം രൂപ തന്നെ നമ്മൾ കൊടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വരുന്ന എൻട്രിയാണ്. അപ്പൊ രണ്ട് എൻട്രിയാണ് എന്താണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് എഴുതേണ്ടത്. ആദ്യം ബേസിക് എൻട്രി എന്ന് പറയുന്നത് ഒന്ന് എന്താണ്, റിഡംഷൻ ഡ്യൂ ആക്കുക, റിഡംഷന്റെ പേയ്മെന്റ് കാണിക്കുക. അതായത് റിഡംഷൻ ഡ്യൂ ആക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിബഞ്ചർ ഹോൾഡർക്ക് ഡിബഞ്ചറിന്റെ ഭാഗമായിട്ട്
ഇത്ര രൂപ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് എഴുതുന്ന ജേണൽ എൻട്രിയാണ് റിഡംഷൻ ഡ്യൂ എൻട്രി എന്ന് പറയുന്നത്. ഡിബഞ്ചർ ഹോൾഡർക്ക് ഡിബഞ്ചറിന്റെ ഭാഗമായിട്ട് ഇത്ര രൂപ കൊടുക്കാനുണ്ട്, അത് റിഡംഷൻ ഡ്യൂ ആക്കുക. കൊടുക്കാനുണ്ട് എന്ന് എഴുതി വെച്ചാൽ മാത്രം മതിയോ? പോരാ, എന്ത് ചെയ്യണം? ആ എമൗണ്ട് കൊടുക്കണം. അതാണ് റിഡംഷന്റെ പേയ്മെന്റ് എൻട്രി. ഇങ്ങനെ രണ്ട് എൻട്രിയാണ് കോമൺ ആയിട്ട് ഇത് എല്ലാ ജേണൽ എൻട്രിയിലും. നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന ഏതൊരു റിഡംഷന്റെ ജേണൽ എൻട്രി വന്നു കഴിഞ്ഞാലും ഈ ഒരു രണ്ട് ജേണൽ എൻട്രി കോമൺ ആണ്. എന്ത്? റിഡംഷൻ ഡ്യൂ ആക്കുക, റിഡംഷന്റെ പേയ്മെന്റ് കാണിക്കുക. അപ്പൊ റിഡംഷന്റെ ഡ്യൂ എൻട്രി നോക്കൂ. റിഡംഷൻ ഡ്യൂ ആക്കാനുള്ള എൻട്രി എന്താണ്? ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട്. ഇതിന്റെ മീനിങ് എന്താണ്? ഡിബഞ്ചർ അക്കൗണ്ടിലുള്ള ക്യാഷ് ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞു എഴുതുക. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡർക്ക് 1 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്, ഡിബഞ്ചറിൽ നിന്നും 1 ലക്ഷം രൂപ ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുക്കാനുണ്ട് എന്നാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ ഡിബഞ്ചറിൽ നിന്നും ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുക്കാനുണ്ട് എന്ന് നമ്മൾ എഴുതി വെക്കണം ആദ്യം. അത് എഴുതി കഴിഞ്ഞ പിന്നെ എന്ത് ചെയ്യണം? അവർക്ക് ആ എമൗണ്ട് കൊടുക്കണം. അപ്പൊ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ആർക്കാ കൊടുക്കുന്നത്? ഡിബഞ്ചർ ഹോൾഡർക്കാണ്. അതുകൊണ്ട് ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. എങ്ങനെ കൊടുക്കുക? ബാങ്കിലൂടെയാണ് കൊടുക്കുക. കാരണം നമുക്ക് ബാങ്ക് ഓർ ക്യാഷിന് എഴുതാന്നൊക്കെ പറയും, പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, വലിയ വലിയ കമ്പനീസ് ഒരിക്കലും ലിക്വിഡ് മണി ആയിട്ട് കൊടുക്കാറില്ല. അപ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നതാണ് ബാങ്കാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക. ആദ്യത്തെ എൻട്രി റിഡംഷൻ ഡ്യൂ അക്കൗണ്ടിലെ എൻട്രി ആണ്. എന്താ എൻട്രി? ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട്. ഡിബഞ്ചർ അക്കൗണ്ട് സാധാരണ കേസിൽ ഡിബഞ്ചർ, ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഐറ്റംസ് എല്ലാം ക്രെഡിറ്റിൽ വരുന്നതാണ്. നിങ്ങൾ ഇഷ്യൂവിന്റെ ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ നടത്തുന്ന സമയത്താണെങ്കിൽ എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം ആ ഡിബഞ്ചറിനെ ക്യാൻസൽ ചെയ്യുന്നത് കൊണ്ടാണ് ഡിബഞ്ചറിന് ഡെബിറ്റിൽ വരുന്നത്. ഇവിടെ ജേണൽ എൻട്രി നോക്കൂ. ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി കമ്പനിയുടെ കയ്യിൽ എന്തില്ല? ഡിബഞ്ചർ എന്ന് പറഞ്ഞ ബാധ്യതയില്ല. ഓക്കെ, ഡിബഞ്ചർ ലയബിലിറ്റി ആവുന്ന സമയത്ത് എവിടെ കാണിക്കും? അത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും കാണിക്കുക. അപ്പൊ കമ്പനി ആ ബാധ്യത, ആ ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യാണ്. അപ്പൊ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നേരെ ഓപ്പോസിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഡിബഞ്ചർ അക്കൗണ്ടിന് എന്ത് ചെയ്യുന്നത്? ഡെബിറ്റ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക കേട്ടോ. റൂളൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ രണ്ടാണ് കാണാതെ പഠിക്കുക. ഓക്കെ, റൂൾ ഞാൻ പറഞ്ഞു തന്നുള്ളൂ. ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിബഞ്ചറിന്റെ ബാധ്യത നമ്മൾ ഇല്ലാതാക്കി. ഇനി എന്ത് ചെയ്യണം? ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വെച്ചു. ഓക്കെ, ഡിബഞ്ചർ ഓർഡർക്ക് കൊടുക്കാനുണ്ടെന്ന് എഴുതി വെച്ചാൽ പോരാ, ഡിബഞ്ചർ ഓർഡർക്ക് ക്യാഷ് കൊടുക്കണം. അപ്പൊ വീണ്ടും കൊടുക്കുന്ന സമയത്ത് എന്താ എൻട്രി വരിക? ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ടു ബാങ്ക്. ഈ രണ്ട് ജേണൽ എൻട്രി ഏതൊരു പ്രോബ്ലം വരുന്ന സമയത്തും, റിഡംഷനുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രോബ്ലം വരുന്ന സമയത്തും ഇത് എന്താണ്? കോമൺ ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത് റിഡംഷൻ അറ്റ് പാറ വരുന്ന സമയത്താണ് കേട്ടോ. ഇനി റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണെന്ന് വിചാരിക്കുക. റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണെന്ന് പറഞ്ഞാൽ എന്താണ്? റെഡീം ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചധികം എമൗണ്ട് കൂടുതലായിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്? ഓക്കെ, ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതൽ എമൗണ്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? എൻട്രി വരുന്ന നോക്കുക. അപ്പൊ ആ സമയത്ത് ഡ്യൂ ആക്കാനുള്ള എൻട്രി എന്താണ്? ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ അല്ലെ? സെയിം ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ. അതെന്താണ്? ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ട് 1 ലക്ഷം രൂപ കൊടുക്കാനുണ്ട് നമ്മൾ എഴുതി. ദെൻ പിന്നെന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ റിഡംഷൻ അറ്റ് പ്രീമിയം ആണ്. അപ്പൊ പ്രീമിയം കൂടി കൊടുക്കണ്ടേ ഡിബഞ്ചർ ഹോൾഡർക്ക്? ഡിബഞ്ചറിന്റെ ഭാഗമായിട്ട് 1 ലക്ഷം രൂപയും കിട്ടണം, എന്താണ്? പ്രീമിയം എമൗണ്ടും കിട്ടണം. അതുകൊണ്ട് പ്രീമിയത്തിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ട് എന്താണ്? പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ. ഈ രണ്ട് എമൗണ്ടും കൊടുക്കുന്നത് ആർക്കാണ്? ടു ഡിബഞ്ചർ ഹോൾഡർ. ഓക്കെ, അങ്ങനെയാണ് എൻട്രി ചെയ്തത്. അപ്പൊ എന്താ എൻട്രി? ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട്. അതിന്റെ മീനിങ് എന്താണ്? ഒന്നുകൂടി പറയാം. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞിട്ട് എന്താണ്? ഡിബഞ്ചറിൽ നിന്നും അതുപോലെ തന്നെ റിഡംഷൻ പ്രീമിയം ആയിട്ട് നമുക്ക് ഒരു എമൗണ്ട് കൊടുക്കാനുണ്ട്. ആ എമൗണ്ട് നമ്മൾ ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്നു. അപ്പൊ ഡിബഞ്ചറിൽ നിന്ന് ഡിബഞ്ചറിന്റെ എമൗണ്ട് 1 ലക്ഷം ആണെന്ന് വിചാരിക്കുക, ഒരു എക്സാമ്പിൾ. പ്രീമിയം ഒരു 10,000 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ 1 ലക്ഷം, ദെൻ പ്രീമിയം റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ 10,000, ദെൻ ടു ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് 1 ലക്ഷവും 10,000 രണ്ടും കൂടി കൂട്ടി എത്ര കൊടുക്കാണ്ട്? 1,10,000 എന്ന് പറഞ്ഞ് ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് തന്നെ എഴുതും. ഓക്കെ, അങ്ങനെയാണ് അത് എഴുതുക. അപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എൻട്രി എങ്ങനെ വരുന്നത്? ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട്. അപ്പോൾ അതിന്റെ എന്താണ് അവിടെ പറയുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താണ് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു? എന്താണ് ഡ്യൂ ആക്കുക എന്ന് പറഞ്ഞാൽ ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എന്ന് കാണിച്ചുകൊണ്ട് നമ്മൾ എഴുതുന്ന ജേണൽ എൻട്രിയാണ്. ഓക്കെ, അത് എഴുതി. ഇനി എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, എപ്പോൾ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, കൊടുക്കുകയും വേണം. ഓക്കെ, പക്ഷെ ഇവിടെ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് എഴുതുന്ന കൂട്ടത്തിൽ നമ്മൾ എന്ത് എഴുതി? പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു സാധനം എഴുതി. അപ്പം ആ പ്രീമിയം ഓൺ റിഡംഷൻ, അതായത് റിഡംഷൻ പ്രീമിയം കൊടുക്കാൻ ആവശ്യമായ എമൗണ്ട് നമ്മൾ എവിടെ നിന്ന് എടുക്കണം?
ഒന്നുകിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുക്കണം, അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് എടുക്കണം, അല്ലെങ്കിൽ ജനറൽ റിസർവിൽ നിന്ന് എടുക്കണം. അപ്പോൾ അത് അപ്പോൾ പ്രീമിയം കൊടുക്കാൻ ആവശ്യമായ റിഡീം ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ട പ്രീമിയം കൊടുക്കാൻ ആവശ്യമായ ഫണ്ട് അതിൽ നിന്ന് എടുക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു ജേണൽ എൻട്രി എഴുതണം. ആ എൻട്രിയാണ് ഇവിടെ എഴുതിയത്. സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ഓർ ജനറൽ റിസർവ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട്. ഈ എൻട്രിയുടെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമ്മൾ തൊട്ട് മുമ്പത്തെ ജേണൽ എൻട്രിയിൽ എന്ത് എഴുതി, പ്രീമിയം ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് എഴുതി. ഇനി ആ പ്രീമിയം കൊടുക്കാൻ ആവശ്യമായ ഫണ്ട് നമ്മൾ എവിടെ നിന്ന് എടുക്കണം, സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നോ അല്ലെങ്കിൽ ജനറൽ റിസർവിൽ നിന്നോ അതല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നോ, ക്വസ്റ്റ്യൻ ഡിപ്പെൻഡിങ് അപ്പോൺ ക്വസ്റ്റ്യൻ എന്താണ് തന്നത് അതിനനുസരിച്ച് കേട്ടോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നോ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഫണ്ട് എടുക്കണം. അപ്പൊ അത് എടുക്കുന്നത് കാണിക്കാനുള്ള ജനറൽ എൻട്രി ആണ് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ഓർ ജനറൽ റിസർവ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും, അതായത് കൊടുക്കാനുള്ളത് എഴുതി, പിന്നെ പ്രീമിയം കൊടുക്കാനുള്ള എമൗണ്ട് എടുത്തത് എഴുതി. ഇനി എന്ത് ചെയ്യണം, ഇത് രണ്ടും നമുക്ക് ആർക്ക് കൊടുക്കണം, ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുക്കണം. ആ എമൗണ്ട് കൊടുക്കണം ഇനി ക്യാഷ് ആയിട്ട്. അപ്പൊ ആ കൊടുക്കുമ്പോഴുള്ള എൻട്രി, ഈ എൻട്രിക്ക് പ്രീമിയത്തിലായാലും പാറിലായാലും ഒന്നും മാറ്റമില്ല. ഈ എൻട്രി എന്താണ്, ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് എന്ന് മാത്രം. ഓക്കെ, ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് എൻട്രി ക്ലിയർ ആണ് എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് രണ്ട് കേസും ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി മൂന്നാമത്തെ കേസും കൂടി ഉണ്ട്. മൂന്നാമത്തെ കേസ് കൂടി കഴിഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. മൂന്നാമത്തെ കേസ് ഇവിടെ തന്നെ പറയുന്നത് എന്താണ്, റെയർ പോസിബിലിറ്റി. അതായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഒരിക്കലും നമ്മൾ കൊടുക്കാനുള്ള എമൗണ്ട് കൊടുക്കുമ്പോൾ ഡിസ്കൗണ്ടിൽ കൊടുക്കില്ല. ഓക്കെ, ഇനി അഥവാ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ നടക്കുന്നതെങ്കിൽ എന്താണ് ജേണൽ എൻട്രി വരിക എന്നുള്ളതാണ് നോക്കുക. ഇത് മിക്കവാറും ക്വസ്റ്റ്യനിൽ ഇത് വരില്ല, ലെസ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണ്, ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ സംഭവം ഒരിക്കലും ഡിബഞ്ചർ റെഡീം ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ട് നമ്മൾ എന്താണ് 1 ലക്ഷം ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ എനിക്ക് 1 ലക്ഷത്തിൽ താഴെ എമൗണ്ട് കിട്ടിയാൽ ഞാൻ സമ്മതിക്കുമോ? ഒരിക്കലും സമ്മതിക്കില്ല. അപ്പൊ എൻട്രി നോക്കുക കേട്ടോ, ഡിബഞ്ചർ അക്കൗണ്ട് അറ്റഡ് ടു ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ് എന്നായിരിക്കും ഡിസ്കൗണ്ട് വരുന്ന സമയത്ത് എൻട്രി. പ്രീമിയം വരുന്ന സമയത്ത് ഡെബിറ്റിലാണ് പ്രീമിയം ഓൺ റിഡംഷൻ എഴുതിയത് എങ്കിൽ ഇവിടെ എന്താണ്, ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡർ ടു ക്യാപിറ്റൽ റിസർവ് എന്നായിരിക്കും എൻട്രി വരിക. പിന്നെ പേയ്മെന്റ് എൻട്രിക്ക് ഞാൻ പറഞ്ഞു യാതൊരു മാറ്റമില്ല, എല്ലാത്തിനും പേയ്മെന്റ് എൻട്രി സെയിം തന്നെയാണ്. ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് എന്നാണ് എല്ലാത്തിലും വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം വരുന്ന സമയത്ത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ആണ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും കൺസെപ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് വരിക. നമുക്ക് ഇതിനനുസരിച്ച് നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും ജേണൽ എൻട്രി പഠിച്ചിട്ട് വരണം. ജേണൽ എൻട്രിയുടെ റീസൺസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് അനുസരിച്ച് പഠിക്കുക. എന്നിട്ട് വന്നാൽ മാത്രമേ നമുക്ക് എന്താണ് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുള്ളൂ. ഓക്കെ, ഒന്നൊന്നും പെൻഡിങ് ആക്കി പോകരുത്. അതാ ദിവസങ്ങളുടെ കാര്യങ്ങൾ അതാ ദിവസം പഠിച്ച് പോവുക. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രോബ്ലം മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതൊക്കെ ടഫായിട്ട് മാറും. ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ്ങിന് അതിൻ്റെതായിട്ടുള്ള ടഫ്നെസ് ഉണ്ട്. ആ ടഫ്നെസ് ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ ഡെയിലി പഠിക്കുക എന്നുള്ളത് മാത്രമേ ഒരു മാർഗമുള്ളൂ. ഓക്കെ, അപ്പോൾ ശരി, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം.